എല്ലാവർക്കും നമസ്കാരം. സനൂസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്രിൻസിപ്പൽ കൗൺസിലറിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. 5-ാം തീയതി വരെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഫെബ്രുവരി 5-ാം തീയതി വരെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. 19-ാം തീയതി വരെയാണ് ഫീ റെമിറ്റൻസിൻ്റെ സമയമൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ പരീക്ഷയിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, അതിൻ്റെ സിലബസിൽ എന്തൊക്കെയാണുള്ളത്, എന്തെല്ലാമാണ് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടതെന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്രിൻസിപ്പൽ കൗൺസിലറിൻ്റെ സെലക്ഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. പ്രിൻസിപ്പൽ കൗൺസിലറിൻ്റെ സെലക്ഷനിൽ നമ്മൾ രണ്ട് രീതിയിലാണ് സെലക്ഷൻ നടക്കുക. ഒന്നില്ലെങ്കിൽ ഇൻ്റർവ്യൂ, അല്ലെങ്കിൽ റിട്ടൺ ടെസ്റ്റ് പ്ലസ് ഇൻ്റർവ്യൂ ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് ആപ്ലിക്കൻസ്. അപ്പോൾ എത്ര ആപ്ലിക്കൻസ് ഉണ്ട്, ഇപ്പോൾ വളരെ കുറച്ച് ആപ്ലിക്കൻസ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇൻ്റർവ്യൂ മാത്രമേ ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ റിട്ടൺ ടെസ്റ്റ് പ്ലസ് ഇൻ്റർവ്യൂ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ കുറേ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ റിട്ടൺ ടെസ്റ്റും ഇൻ്റർവ്യൂ ആയിരിക്കും. അപ്പോൾ ഇപ്പം നമുക്കറിയാം സൈക്കോളജിസ്റ്റും സോഷ്യൽ വർക്കൊക്കെ വർക്കേഴ്സൊക്കെ ഒരുപാട് പേരുള്ള കാരണം ഒരുപാട് പേര് അപ്ലൈ ചെയ്യുകയും അതുകൊണ്ട് തന്നെ നമ്മൾക്കൊരു റിട്ടൺ ടെസ്റ്റും പ്ലസ് ഒരു ഇൻ്റർവ്യൂ നമ്മൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ഇൻ്റർവ്യൂ മാത്രമാണ് നടക്കുന്നതെങ്കിൽ, ഇൻ്റർവ്യൂ മാത്രമായിട്ടാണ്, കുറച്ച് ആപ്ലിക്കൻസേ ഉള്ളൂ, അതുകൊണ്ട് ഇൻ്റർവ്യൂ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ആ ഇൻ്റർവ്യൂവിന് നമ്മൾ സ്കോർ ചെയ്യേണ്ട അതിൻ്റെ ഒരു മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 100 മാർക്കാണ് അതിലുള്ളത്. എന്തൊക്കെയാണ് അവർ അസസ് ചെയ്യുന്നത്? നമ്മളുടെ ജനറൽ നോളജ് ഓഫ് ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ലോസ് റിലേറ്റിംഗ് ടു ഫാമിലി ആൻഡ് ചൈൽഡ് വെൽഫെയർ, ഫാമിലി കോഡ്സ് ആക്ടിനെ കുറിച്ച് അറിയാമോ, ഹിന്ദു മാരേജ് ആക്ടിനെ കുറിച്ച് അറിയാമോ, മാരേജ് എന്താണെന്നറിയോ, ഡിവോഴ്സ് എന്താണെന്നറിയോ, ഡിവോഴ്സിൻ്റെ ഗ്രൗണ്ട്സ് എന്താണെന്നറിയോ, ഒരു മാരേജ് വാലിഡ് ആണോ വോയിഡ് ആണോ എന്ന് എങ്ങനെയാണ് തീരുമാനിക്കുക, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമ്മൾക്ക് അറിവുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നോക്കും. അതുപോലെ തന്നെ ചൈൽഡ് വെൽഫെയറിൽ നമുക്ക് പോക്സോ ഉണ്ട്, അതുപോലെ തന്നെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ഉണ്ട്. അത്തരം നിയമങ്ങളുമായിട്ട് നമ്മൾക്ക് എങ്ങനെയാണ് അറിവുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കും. അനലിറ്റിക്കൽ എബിലിറ്റി അവർ ടെസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ സോഷ്യൽ വർക്കും സോഷ്യോളജി സബ്ജക്റ്റ് ബേസ്ഡ് ആയിട്ട് എത്ര നോളജ് ഉണ്ട് എന്നുള്ളത് അസസ്മെൻറ്റ് നടത്തും. ലാസ്റ്റിൽ നമ്മളൊരു പ്രിൻസിപ്പൽ കൗൺസിലർ ആകാനായിട്ട് നമ്മൾ സ്യൂട്ടബിൾ ആണോ ഇല്ലയോ എന്നുള്ളത് വരെ അവരെന്ത് ചെയ്യും, അസസ് ചെയ്യും ത്രൂ ദിസ് ഇൻ്റർവ്യൂ, 100 മാർക്കിലുള്ള ഇൻ്റർവ്യൂവിൽ കേട്ടോ. പക്ഷേ നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്ന ഈ പറഞ്ഞതുപോലെ ഒരുപാട് പേര് അപേക്ഷിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളൊരു റിട്ടൺ ടെസ്റ്റ് പ്ലസ് ഇൻ്റർവ്യൂ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ പരീക്ഷ നടത്തുക, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ടെസ്റ്റ് നടത്തുക എന്ന് വെച്ചാൽ ഒരു റിട്ടൺ ടെസ്റ്റ് ഉണ്ടാകും, അതിനൊപ്പം തന്നെ ഇൻ്റർവ്യൂവും ഉണ്ടാകും. റിട്ടൺ ടെസ്റ്റിൽ 100 മാർക്കാണ് നമ്മൾ മാക്സിമം മാർക്ക് എന്ന് പറയുന്നത്. ആ ഇൻ്റർവ്യൂവിന് 50 മാർക്ക്. അപ്പോൾ ടോട്ടൽ 150 മാർക്കിലാണ് ഈ ഇതിലോട്ടുള്ള സെലക്ഷൻ നടക്കാനുള്ള മാർക്ക് എന്ന് പറയുന്നത്. റിട്ടൺ ടെസ്റ്റിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 1 മാർക്കാണ്, ഓരോ ക്വസ്റ്റ്യനും 1 മാർക്കാണ് നമ്മൾക്ക് ഉത്തരം കിട്ടുക. ഓരോ ഇൻകറക്റ്റ് ആൻസറിനും 1/4 മാർക്ക് എന്ത് ചെയ്യും, ഡിഡക്റ്റ് ചെയ്യപ്പെടും കേട്ടോ. ഇനി സിലബസ് എന്ന് പറയുന്നത് കണ്ടോ, ഇങ്ങനെ ജനറലായിട്ട് അങ്ങ് കൊടുത്തിട്ടേ ഉള്ളൂ. ജനറൽ നോളജ് ഉണ്ട്, ബേസിക് പ്രിൻസിപ്പിൾസ്, അത് പ്രിൻസിപ്പിൾസ് ഓഫ് ലോ റിലേറ്റിംഗ് ടു ഫാമിലി ആൻഡ് ചൈൽഡ് വെൽഫെയർ. ഞാൻ നേരത്തെ ഇൻ്റർവ്യൂവിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഫാമിലി കോഡ്സ് ആക്ട്, ഹിന്ദു മാരേജ് ആക്ട്, മുസ്ലിം പേഴ്സണൽ ലോ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് അറിവുണ്ടോ എന്ന് നോക്കും. അതുപോലെ തന്നെ ചൈൽഡ് വെൽഫെയർ ലോസ്, പോക്സോ, ജെ ആക്ട്, വാർഡ് ആൻഡ് ഗാർഡിയൻസ് ആക്ട്, അങ്ങനെയുള്ള ആക്ടുകളെല്ലാം തന്നെ നമ്മൾ പഠിക്കണം. അനലിറ്റിക്കൽ എബിലിറ്റിയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ വർക്കും സൈക്കോളജിയും, നമുക്കറിയാം സോഷ്യൽ വർക്കേഴ്സിനും സൈക്കോളജിസ്റ്റിനുമാണ് അപേക്ഷിക്കാൻ പറ്റുക. അപ്പോൾ ഈ 2 സബ്ജക്റ്റിലും നിന്നും നമ്മൾക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ കഴിഞ്ഞ പരീക്ഷകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എത്ര ക്വസ്റ്റ്യൻസ് ഏതെല്ലാം ഭാഗത്തു നിന്ന് വരാം എന്നുള്ളത് കൂടെ നമുക്കൊന്ന് നോക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഇത് 2013 ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നതാണ്. അപ്പം ഇവിടെ വരുന്നത് 30 ക്വസ്റ്റ്യൻസ് സൈക്കോളജിയിൽ നിന്ന് വന്നിട്ടുണ്ട്, സോഷ്യൽ വർക്കിൽ നിന്ന് 30 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, ഫാമിലി റിലേറ്റഡ് ലോസ് അല്ലെങ്കിൽ ചൈൽഡ് വെൽഫെയർ റിലേറ്റഡ് ലോസിൽ നിന്ന് 10 ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്, ജനറൽ നോളജിൽ നിന്ന് 20 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അനലിറ്റിക്കൽ എബിലിറ്റിയിൽ 10 ക്വസ്റ്റ്യൻസ്. ഇനി 2014 ക്വസ്റ്റ്യൻ പേപ്പറിലും 30 ക്വസ്റ്റ്യൻ സൈക്കോളജിയിൽ നിന്ന്, 30 ക്വസ്റ്റ്യൻ സോഷ്യൽ വർക്കിൽ നിന്ന്, ഫാമിലി ആൻഡ് ചൈൽഡ് വെൽഫെയറിലേക്ക് 10 ക്വസ്റ്റ്യൻസ്, ജനറൽ നോളജ് 20 എണ്ണം, അനലിറ്റിക്കൽ എബിലിറ്റി 10 എണ്ണം. ഇനി ഇങ്ങോട്ട് 2023 ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോൾ എഗെയിൻ സൈക്കോളജിയിൽ 30 ഉണ്ട്, സോഷ്യൽ വർക്കിൽ 32, അതായത് അതിൽ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള തിയറീസ് ചോദിച്ചിട്ടുണ്ടായി 2 ക്വസ്റ്റ്യൻസ്. അതാണ് ഞാൻ 2 ഇവിടെ കയറ്റി ഇട്ടിരിക്കുന്നത് കേട്ടോ.
ഇനി ഫാമിലി ആൻഡ് ചൈൽഡ് വെൽഫെയറായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസിൽ നിന്ന് 9 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ജനറൽ നോളജ് 4 എണ്ണം. ശരിക്കും അത് 10 ആയിരിക്കണം അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിച്ചിട്ടുണ്ട്. ജനറൽ നോളജിലേക്കുള്ള ഭാഗത്തേക്കായിരിക്കാം അത് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അത് രണ്ടും കൂടെ കൂടുമ്പോൾ ഒരു 9 ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് തന്നെ വരുന്നുണ്ട്. അനലിറ്റിക്കൽ എബിലിറ്റി എല്ലാ വർഷത്തെയും പോലെ 10 എണ്ണം തന്നെയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കുമ്പോൾ ഒരു ജനറൽ ആയിട്ടുള്ളൊരു പാറ്റേൺ നോക്കുമ്പോൾ 30 സൈക്കോളജി, 30 സോഷ്യൽ വർക്ക് വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ ചൈൽഡ് റിലേറ്റഡ് അല്ലെങ്കിൽ ലോസിൽ നിന്ന് 10 ക്വസ്റ്റ്യനാണ് വരിക. അനലിറ്റിക്കൽ എബിലിറ്റിയിൽ നിന്ന് 10 ക്വസ്റ്റ്യനാണ്. ജനറൽ നോളജ് 10 ക്വസ്റ്റ്യനാണ്. പക്ഷേ ഈ ജനറൽ നോളജിൽ നമ്മൾ എന്താ വരിക, ജനറൽ നോളജിൽ ഇപ്പോൾ കൂടുതലായിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനായിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടെ കൂടുതൽ ആഡ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതും കൂടെ നമ്മൾ പഠിക്കണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് സിലബസിലോട്ടൊന്ന് കടക്കാം. ഇപ്പോൾ സോഷ്യൽ വർക്കിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? ഇപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം, ഡെഫിനിഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാം, പ്രിൻസിപ്പിൾസിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാം, വാല്യൂസ്, ഫങ്ഷൻസ്, മെത്തേഡ്സ്, ടെക്നിക്സ്, ടൂൾസ്, ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. ഡെഫിനിഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ എല്ലാം നമ്മൾ പഠിച്ചിരിക്കണം. അതുപോലെ ഇപ്പോൾ ഇത് മാത്രമേ വരുള്ളൂ എന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ ഈ മൊത്തത്തിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വായിക്കുമ്പോൾ ഈ ഭാഗങ്ങൾ നിർബന്ധമായിട്ട് നമ്മൾ പഠിച്ചിട്ട് പോകണമെന്ന് നമ്മൾക്ക് ഫീൽ ചെയ്യുന്ന ഭാഗങ്ങളാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. അപ്പോൾ ഹിസ്റ്ററിയിൽ നിന്ന് എപ്പോഴും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു ക്വസ്റ്റ്യൻ ഹിസ്റ്ററിയിൽ നിന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ഏത് ഹിസ്റ്ററി നമുക്ക് പറയാൻ പറ്റില്ല. USA ഹിസ്റ്ററിയിൽ നിന്നാണോ ചോദ്യം വരിക, UK ഹിസ്റ്ററിയിൽ നിന്നാണോ, ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്നാണോ നമുക്ക് പറയാൻ പറ്റില്ല. ഈ 3 രീതിയിൽ നമ്മൾ ഹിസ്റ്ററി നിർബന്ധമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം കേട്ടോ. ഇനി അപ്പോൾ ഹിസ്റ്ററി പഠിക്കണം. ഡെഫിനിഷനിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ് എപ്പോഴും കേട്ടോ. ഇനി നമ്മൾ മെത്തേഡ്സ് പഠിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും കൗൺസിലിംഗ് ആണല്ലോ, ഫാമിലി കൗൺസിലിംഗുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ആയതുകൊണ്ട് പ്രൈമറി മെത്തേഡ്സ്, ഗ്രൂപ്പ് വർക്കും കേസ് വർക്കിൽ നിന്നായിരിക്കാം കൂടുതൽ ചോദ്യം എന്ന് ഒരിക്കലും പ്രതീക്ഷിക്കരുത്. സെക്കൻഡറി മെത്തേഡ്സിൽ നിന്ന് വരെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ എക്സാമിന് സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷനിൽ നിന്ന് വരെ ക്വസ്റ്റ്യൻസ് നമ്മൾക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ പറയുന്ന എല്ലാ മെത്തേഡ്സും അതിൻ്റെ ഡെഫിനിഷൻസും അതിൻ്റെ പ്രിൻസിപ്പിൾസും അതുകൂടാണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു സാധനമാണ് മോഡൽസ് എന്ന് പറയുന്നത്. മോഡൽസ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾക്ക് വരുന്നതാണ്. ഓരോ സോഷ്യൽ കേസ് വർക്കിൻ്റെ മോഡലുണ്ട്, ഗ്രൂപ്പ് വർക്കിൻ്റെ മോഡലുണ്ട്, കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ്റെ മോഡലുണ്ട്. ഈ മോഡൽസ് എല്ലാം തന്നെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ പ്രിൻസിപ്പിൾസും പ്രോസസ്സും ഒക്കെ നമ്മൾ പഠിച്ചിരിക്കണം. അപ്പം സോഷ്യൽ വർക്കിൽ നമ്മൾ ഡെഫിനിഷൻ, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ്, വാല്യൂസ്, ഫങ്ഷൻസ് ഓഫ് സോഷ്യൽ വർക്ക് എന്താണ്, മെത്തേഡ്സ് എന്തൊക്കെയാണ് അതിലുള്ളത്, ടെക്നിക്സ് എന്താണ്, ടൂൾസ് എന്താണ് പഠിക്കണം, ഹിസ്റ്ററി പഠിക്കണം. ഈ പറയുന്ന എല്ലാ മെത്തേഡ്സും വിത്ത് ഡെഫിനിഷൻ, പ്രിൻസിപ്പിൾസ്, പ്രോസസ്സ്, മോഡൽസ്, ഇത്രയും കാര്യങ്ങൾ പഠിച്ചിരിക്കണം. ഇനി ഇതിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സോഷ്യൽ വർക്കിൻ്റെ ക്വസ്റ്റ്യൻ്റെ ഇടയിൽ ഇവർ എന്ത് കയറ്റുന്നുണ്ട്, സോഷ്യോളജിയുടെ 2-3 ക്വസ്റ്റ്യനൊക്കെ കാണാറുണ്ട്. അപ്പോൾ അതിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എമിലി ഡർക്കൈമിൻ്റെ സൂയിസൈഡുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ടോയിൻബിയുടെ സോഷ്യൽ ചേഞ്ചിൻ്റെമായിട്ട് ബന്ധപ്പെട്ട തിയറി ആയിട്ട് ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളും കൂടെ നമ്മൾ ശ്രദ്ധിച്ച് പഠിച്ചാലാണ് നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. ഇനി സൈക്കോളജിയിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. സൈക്കോളജിയിൽ ഞാൻ പറഞ്ഞാൽ സൈക്കോളജി ഒരു വാസ്റ്റ് സബ്ജക്റ്റാണ്. അതിൽ കടൽ പോലെ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഇത്രയും ഭാഗമെങ്കിലും നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ പഠിച്ചിട്ട് നമ്മൾ പോകണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇത്രയെങ്കിലും നമ്മൾ പഠിച്ചിരിക്കണം. പക്ഷേ നമ്മൾക്ക് എവിടെ നിന്ന് വേണം, സൈക്കോളജിനെ പറഞ്ഞിട്ടുള്ളൂ, സൈക്കോളജിയുടെ ഇന്ന ഭാഗത്തുനിന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എല്ലാം പഠിക്കണം. അപ്പോൾ ഞാൻ പറയുന്നത് ഇവിടെ മേജർ അപ്രോച്ചസ് ഇൻ സൈക്കോളജി പഠിക്കണം തീർച്ചയായിട്ടും. സൈക്കോ അനാലിസിസ്, സൈക്കോ ഡൈനാമിക് തിയറീസ്, ഹ്യൂമനിസ്റ്റിക് പെർസ്പെക്റ്റീവ്, ബിഹേവിയറൽ പെർസ്പെക്റ്റീവ്, എക്സിസ്റ്റൻഷ്യൽ പെർസ്പെക്റ്റീവ് എല്ലാം നമ്മൾ പഠിക്കണം. ഇനി ഓരോ തെറാപ്പീസും, സൈക്കോ തെറാപ്പീസും അതിൻ്റെ ടെക്നിക്സും അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അതായത് ഈ പെർട്ടിക്കുലർ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് ഈ ബിഹേവിയർ തെറാപ്പിയായിട്ട് ബന്ധപ്പെട്ട ടെക്നിക്സ് ഏതൊക്കെയാണ്, അങ്ങനത്തെ ചോദ്യങ്ങൾ വരാറുണ്ട്. പിന്നെ പേഴ്സണാലിറ്റിയുടെ തിയറി, മെമ്മറിയുടെ തിയറി, ഇത് പഠിക്കാണ്ട് പരീക്ഷയ്ക്ക് പോകാൻ പാടില്ല. മോട്ടിവേഷൻ്റെ തിയറിയൊക്കെ, തിയറീസ് ഓഫ് പേഴ്സണാലിറ്റിയിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻ ഉണ്ടാകും. മെമ്മറിയിൽ നിന്ന് എല്ലാ വർഷവും ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. മോട്ടിവേഷനിൽ നിന്നും എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. അപ്പോൾ ഈ ഇമോഷൻസ്, ലേണിംഗ്, ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ട് മാത്രമായിരിക്കണം നമ്മൾ പരീക്ഷയ്ക്ക് പോവുക. തിയറീസ് ഓഫ് പേഴ്സണാലിറ്റിയും
മെമ്മറിയും മോട്ടിവേഷനും ഒക്കെ പഠിക്കാണ്ട് എന്തായാലും പരീക്ഷയ്ക്ക് പോകരുത്. ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉറപ്പാണ്. അതുപോലെ തന്നെ അപ്രോച്ചസിൽ നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കുന്നതാണ് സൈക്കോ അനാലിസിസിൽ നിന്ന് സിഗ്മണ്ട് ഫ്രോയിഡുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും വരാറുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ തീർച്ചയായിട്ടും പഠിച്ചിട്ട് വേണം നമ്മൾ എന്തിലോട്ട് പോകാനായിട്ട്, പരീക്ഷയ്ക്ക് പോകാനായിട്ട്. ഇനി ഇപ്പോൾ വരും ക്വസ്റ്റ്യൻസ് വരുന്നത് കൗൺസിലിംഗ്, അതിൻ്റെ ഡെഫിനിഷന്, പ്രിൻസിപ്പിൾസ് എന്താ, പ്രോസസ്സ് എന്താ, സ്കിൽസ് എന്താ, ഗോൾസ് എന്താ, എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളോട് ഈ പറയുന്ന പോലെ ഒരു കൗൺസിലർ റിപ്പോർട്ട് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനത്തെ ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ പ്രാക്ടീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇത്തരം ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതിപ്പം സോഷ്യൽ വർക്കറിൻ്റെ ഭാഗത്ത് സോഷ്യൽ വർക്കറിൻ്റെ കാര്യത്തിലാണെങ്കിലും സൈക്കോളജിസ്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ അത്തരം ഇപ്പോൾ ഒരു സോഷ്യൽ വർക്കർ ആദ്യം വളരെ ഇമോഷണൽ ആയിട്ടുള്ളൊരു വ്യക്തിനെ കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇന്ന കാര്യം താഴെ കൊടുത്തതിൽ ഏത് കാര്യമാണ് ചെയ്യേണ്ടത്, അങ്ങനെ പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ എന്തിൽ വരുന്നുണ്ട്, ഈ പ്രിൻസിപ്പൽ കൗൺസിലറുടെ എക്സാമിന് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയും കൂടെ നമ്മൾ ഇതിനെ പഠിക്കണം, കാണുമ്പോൾ അങ്ങനെ പഠിക്കണം കേട്ടോ. ഇനി ഡെവലപ്മെൻറ്റൽ സൈക്കോളജിയിൽ ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടില്ല, ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡെവലപ്മെൻറ്റൽ സൈക്കോളജി എന്ന് ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് പഠിക്കണം. അബ്നോർമൽ സൈക്കോളജി നമ്മൾ എന്തായാലും പഠിച്ചേ പറ്റുള്ളൂ. അതിൽ നിന്ന് മിനിമം ഒരു 2, 3, 4 ക്വസ്റ്റ്യൻസ് എന്തായാലും വരും. അപ്പോൾ അബ്നോർമൽ സൈക്കോളജിയും നമ്മൾ പഠിക്കണം. ഇനി അടുത്തതാണ് ഫാമിലി ലോസ്. ഫാമിലി ലോസിൽ വരുന്ന ഏറ്റവും വലിയ ഡിവിഷൻ എന്ന് പറയുന്നത് ഹിന്ദു ലോയും മുസ്ലിം ലോയും ആണ്. അപ്പോൾ ഹിന്ദു പേഴ്സണൽ ലോ ഉണ്ട്, അതുപോലെ തന്നെ മുസ്ലിം പേഴ്സണൽ ലോ ഉണ്ട്. ഇത് രണ്ടിൽ നിന്നും നമ്മൾക്ക് ഒരുപാട് തവണ ക്വസ്റ്റ്യൻസ്, ഒരുപാട് തവണ എന്ന് പറഞ്ഞാൽ 3 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞാൻ എടുത്തിരിക്കുന്നത്, എന്നാൽ പോലും ഇതിലൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുണ്ട്. അപ്പം ഹിന്ദു ലോയും പഠിക്കണം, മുസ്ലിം പേഴ്സണൽ ലോ പഠിക്കണം. അതിനേക്കാൾ പിന്നെ വീണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഫാമിലി കോഡ്സ് ആക്ട് പഠിക്കേണ്ടത്. ഇങ്ങനെ നിയമങ്ങൾ പഠിക്കുമ്പോൾ എന്തൊക്കെ പഠിക്കണം, ഓരോ നിയമങ്ങൾ പഠിക്കണം, അതിൻ്റെ സെക്ഷൻസ് കാര്യങ്ങളൊക്കെ പഠിക്കണം. അതിൻ്റെ ഒപ്പം തന്നെ ഇതിൽ എന്തെങ്കിലും അമെൻമെൻറ്റ്സ് വന്നിട്ടുണ്ടോ, അമെൻമെൻറ്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ അമെൻമെൻറ്റ്സ് പഠിക്കുക. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജഡ്ജ്മെൻറ്റ്സ് ഉണ്ടാകും, സുപ്രീം കോർട്ടിൻ്റെ ജഡ്ജ്മെൻറ്റൊക്കെ ഉണ്ടാകാം. അതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിധികളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വരെ നമ്മളുടെ പ്രിൻസിപ്പൽ കൗൺസിലറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നുണ്ട്. അപ്പോൾ ഒരു ആക്ട് പഠിക്കുമ്പോൾ ആക്ട് പഠിക്കണം, അതിൻ്റെ സെക്ഷൻസ് പഠിക്കണം, അതിലെന്തെങ്കിലും അമെൻമെൻറ്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ അത് പഠിക്കണം. അതിൻ്റെ ഒപ്പം തന്നെ പ്രസിദ്ധമായിട്ടുള്ള ഈ സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതും നമ്മൾ പഠിക്കേണ്ടതാണ്. അപ്പം ഇതിൽ ഞാൻ കുറച്ച് നിയമങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഹിന്ദു മാരേജ് ആക്ട്, സ്പെഷ്യൽ മാരേജ് ആക്ട്, ഇന്ത്യൻ ഡിവോഴ്സ് ആക്ട്, ഡൗറി പ്രൊഹിബിഷൻ, മുസ്ലിം പേഴ്സണൽ ലോ, ഹിന്ദു സക്സഷൻ, ഹിന്ദു അഡോപ്ഷൻ ആക്ട്, ഇതെല്ലാം നമ്മൾ ഫാമിലി ലോ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാനായിട്ട്. ഇനി ലോസ് റിലേറ്റഡ് ടു ചിൽഡ്രൻ എന്ന്, ചൈൽഡ് വെൽഫെയർ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് അതിൽ വരിക? അപ്പോൾ അതിൽ JJ ആക്ട് ഉണ്ട്. ഇത് മാത്രമല്ല കേട്ടോ, ഇനിയും നിയമങ്ങൾ ഉണ്ടാകാം. ഇമ്മോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ട് ഉണ്ട്, ചൈൽഡ് ലേബർ പ്രിവെൻഷൻ ആക്ട് ഉണ്ട്. അങ്ങനെയുള്ള ആക്റ്റുകളുണ്ട് കുട്ടികളായിട്ട് ബന്ധപ്പെട്ട്. പ്രൊട്ടക്ഷൻ ഫോർ ചൈൽഡ് റൈറ്റ്സ് ആക്ട് 2005, ചൈൽഡ് മാരേജ് ആക്ട്, ഗാർഡിയൻ ആൻഡ് വാർഡ്സ് ഓഫ് ആക്ട് ഓഫ് 1890, പിന്നെ നമ്മൾ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ഉണ്ട്, പോക്സോ ആക്ട് ഉണ്ട്. അങ്ങനെ ഒരുപാട് ആക്റ്റുകളുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ പഠിച്ചിരിക്കുക. ഇതിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരികയെന്ന് നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ ഗാർഡിയൻ ആൻഡ് വാർഡ്സ് ആക്ട് നമ്മൾ വിചാരിക്കും പഴയതല്ല, അതിൽ നിന്ന് ചോദിക്കില്ല എന്ന്. പക്ഷേ അതിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പോൾ നമ്മളെല്ലാം പഠിച്ചിരിക്കുക എന്നുള്ളതാണ് നമ്മളിതിൽ ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ ആക്ട് പഠിക്കുമ്പോൾ ആക്ടിൻ്റെ ഇയർ പഠിക്കണം, അമെൻമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അമെൻമെൻറ്റ്സ് പഠിക്കണം, സെക്ഷൻസ് പഠിക്കണം. പിന്നെ എന്ത് പഠിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്, എന്തെങ്കിലും സുപ്രീം കോർട്ട് വിധികളുണ്ടെങ്കിൽ, കോർട്ട് വിധികളുണ്ടെങ്കിൽ അതൊക്കെ പഠിക്കണം കേട്ടോ. ഇനി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കഴിഞ്ഞ എക്സാമിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് എന്തൊക്കെ പഠിക്കാം? അപ്പോൾ ഏറ്റവും ആദ്യമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് നമ്മൾക്ക് പഠിക്കാം. എസ്പെഷ്യലി ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഡ്യൂട്ടീസ്, DPSP അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾസ് പഠിക്കാം. അമെൻമെൻറ്റ്സ് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടില്ല. പക്ഷേ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അമെൻമെൻറ്റ്സ് ഒക്കെ നമ്മൾ പഠിക്കുന്നത് നല്ലതായിരിക്കും. സ്കെഡ്യൂളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഓൾറെഡി ചോദിച്ചിട്ടുള്ളതാണ്. 9th സ്കെഡ്യൂളാണോ 10th സ്കെഡ്യൂളാണോ എന്നൊരു ഓർമ്മക്കുറവുണ്ട്. എന്നാലും ആ സ്കെഡ്യൂൾ എന്താണ് പറഞ്ഞിരിക്കണമെന്ന് പറഞ്ഞിട്ടൊരു ചോദ്യം കഴിഞ്ഞ എക്സാമിനുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നവർ ആ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ച് നോക്കിയാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിലുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ.
ഇനി സ്റ്റാറ്റ്യൂട്ടറി നിയമപരമായിട്ടുള്ള ബോഡീസ് എന്തൊക്കെയാണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ അതിൽ നിന്നും ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. ഒരു പെർട്ടിക്കുലർ ഇത് ചോദിച്ചിട്ട് ഇത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണോ, താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതൊക്കെയാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്നോ അങ്ങനെ ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും നമ്മൾ പഠിക്കണം. ലോ റിലേറ്റഡ് ആയിട്ടുള്ള കമ്മീഷൻസ് നമ്മൾ പഠിക്കണം. ഈ പറയുന്നത് പോലെ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചത് ക്രിമിനൽ ജസ്റ്റിസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു കമ്മീഷൻ്റെ പേരാണ് ചോദിച്ചത്. അതുപോലെ തന്നെ പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധപ്പെട്ട കമ്മീഷൻ ഉണ്ടാകാം, അല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ട കമ്മീഷൻസൊക്കെ ഉണ്ടാകാം. അപ്പോൾ അത്തരം കമ്മീഷൻസിൻ്റെയൊക്കെ പേരുകളും അതിൻ്റെ ഇമ്പോർട്ടൻസും ഒക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മളങ്ങനെ ഇത്രയും കാര്യങ്ങൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് അത്യാവശ്യം പഠിച്ചു വെച്ചിരിക്കണം. പിന്നെ ജനറൽ നോളജും അനലിറ്റിക്കൽ എബിലിറ്റിയാണ്. ജനറൽ നോളജിൽ നിന്നിപ്പോൾ ചോദിക്കുന്നത്, ഇപ്പോൾ ഒരു ഓട്ടോബയോഗ്രഫി, ഈ ബുക്ക് ആരുടെ ഓട്ടോബയോഗ്രഫി ആണെങ്കിൽ അങ്ങനത്തെയൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. ഓസോൺ ഡിപ്ലീഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് അങ്ങനെയൊക്കെ. അപ്പോൾ നമുക്ക് എവിടെ നിന്ന് ജനറൽ നോളജ് എവിടെ നിന്ന് ചോദിക്കുന്നു നമുക്ക് അറിയാൻ പാടില്ല. ഇതൊക്കെ നമ്മൾ പഠിച്ച് വയ്ക്കുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ. അനലിറ്റിക്കൽ എബിലിറ്റി തീർച്ചയായിട്ടും 10 ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് എന്തായാലും വരുന്നുണ്ട്. അപ്പം അത് ഈ പറയുന്നത് പോലെ ബാലൻ സനുവിൻ്റെ അച്ഛനാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചോദ്യം ഉണ്ടാവുമല്ലോ. അങ്ങനത്തെ ചോദ്യങ്ങൾ അത് നമ്മൾ പ്രാക്ടീസാണ് അതിന് ഏറ്റവും കൂടുതൽ വേണ്ടത്. പ്രാക്ടീസ് ചെയ്ത് ആ 10 ക്വസ്റ്റ്യൻ നമ്മൾക്ക് കൃത്യമായിട്ട് നമ്മളത് പഠിച്ചു കഴിഞ്ഞാൽ 10 ക്വസ്റ്റ്യൻ അനലിറ്റിക്കൽ എബിലിറ്റിയുടെ 10 ക്വസ്റ്റ്യൻ നമുക്ക് ഉറപ്പിക്കാം. നമുക്ക് അത് നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മതി. പ്രാക്ടീസ് ചെയ്ത് ആഴ്ചയിൽ ഒരു എന്താ പറയുക, ഒരു 10 ക്വസ്റ്റ്യൻ വെച്ച് നമ്മളത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും പരീക്ഷ വരുമ്പോഴേക്കും നമുക്ക് ഈസി ആയിട്ട് അനലിറ്റിക്കൽ എബിലിറ്റിയിലെ 10 ക്വസ്റ്റ്യൻ നമ്മൾക്ക് സ്കോർ ചെയ്യാനായിട്ട് കഴിയും കേട്ടോ. അപ്പോൾ അത് ഈ 10 മാർക്ക് നമുക്കുള്ളതാണ്. അനലിറ്റിക്കൽ എബിലിറ്റി നമ്മൾ നേടിയെടുക്കേണ്ട ഒരു 10 മാർക്കാണ് അനലിറ്റിക്കൽ എബിലിറ്റി. അതെല്ലാവർക്കും പറ്റുന്നതാണ്. ആ 10 മാർക്ക് ഉറപ്പിച്ചേക്കണം കേട്ടോ. അപ്പോൾ ഇനി ഇതിൽ നമുക്ക് പഠിക്കാൻ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നും കൂടെ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് എൻ്റെ ഒരു കാഴ്ചപ്പാട് മാത്രമാണ്. ഇപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ പഠിക്കണമെന്നില്ല. പക്ഷേ എന്നാൽ പോലും ഞാനൊരു കാര്യം പറയുന്നത് വെച്ചാൽ, ഒന്ന് നമ്മൾ എഴുതി പഠിക്കുക, എല്ലാ നോട്ട്സും എഴുതി പഠിക്കാമെന്ന് നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെ 2 രീതിയിൽ പഠിക്കുക. ഒന്ന് സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടും പഠിക്കുക, സിലബസ് എഴുതി വെച്ചിട്ട് അതിനനുസരിച്ചിട്ട് പഠിക്കുക. അതോടൊപ്പം തന്നെ പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഇപ്പോൾ പ്രിൻസിപ്പൽ കൗൺസിലറിൻ്റെ അല്ലെങ്കിൽ പോലും സോഷ്യൽ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന മറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് വരെ നമുക്ക് ക്വസ്റ്റ്യൻസ് എടുത്ത് ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏറ്റവും കൂടുതൽ നമ്മൾ പഠിക്കേണ്ടത് ഞാൻ പറഞ്ഞ 3 ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് നമ്മൾ പഠിക്കേണ്ടത്. അതും പഠിക്കണം. അതിൻ്റെ ഒപ്പം തന്നെ സബ്ജക്റ്റിൽ ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. എങ്ങനെ വേണേലും ചോദിക്കാം. നേരിട്ട് ഇങ്ങനെ ചോദിക്കും, ക്ലയൻറ്റ് സെൻറ്റേഡ് തെറാപ്പി ആരുടെയാണ്, കാൾ റോജേഴ്സിൻ്റെയാണ്, അങ്ങനെ നമ്മളോട് ചോദിക്കാം. അതല്ലാണ്ട് തന്നെ നമ്മളോട് പ്രാക്ടീസ് ഓറിയൻറ്റഡ് ആയിട്ട് ചോദിക്കാം. ഇങ്ങനൊരു ക്ലയൻറ്റ് നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ ഏത് പ്രിൻസിപ്പിളാണ് നിങ്ങൾ ഉപയോഗിക്കാൻ പോകുന്നത്, അങ്ങനെ പ്രാക്ടീസ് ഓറിയൻറ്റഡ് ആയിട്ട് ചോദിക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല ക്ലാരിറ്റി സബ്ജക്റ്റ് വൈസ് നമ്മൾക്ക് ഉണ്ടായിരിക്കണം. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസിനെ നമ്മൾക്ക് പരിചയമുണ്ടായിരിക്കണം. അപ്പോഴാണ് നമ്മൾക്ക് എളുപ്പത്തിൽ അത് പഠിക്കാനായിട്ട് പറ്റുള്ളൂ. ഓർമ്മ നിൽക്കാത്ത കാര്യങ്ങൾ തീർച്ചയായിട്ടും ചെറിയ മക്കൾ എഴുതി പഠിക്കുന്ന പോലെ എഴുതി പഠിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുക. എല്ലാവർക്കും പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സനൂസ് അക്കാഡമിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ സനൂസ് അക്കാഡമി കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാണ് പ്രിൻസിപ്പൽ കൗൺസിലറിൻ്റെ 27-ാം തീയതിയാണ് ജാനുവരി 27-ാം തീയതിയാണ് നമ്മൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇത്ര നാൾ കോഴ്സ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ ഞാനെപ്പോഴും വീക്കെൻഡ്സിലാണ് ക്ലാസ് വയ്ക്കുക. അപ്പോൾ വീക്കെൻഡ്സിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 1 അവർ 1.5 അവറൊക്കെ ക്ലാസ് എടുക്കും. അപ്പോൾ അത്രയും നേരം ഇരിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകും. അത് കൂടാണ്ട് തന്നെ നമുക്കുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ വീക്കെൻഡ്സിൽ ഒരുപാട് ഫാമിലിയും റിലേറ്റഡ് ആയിട്ടുള്ള നമ്മൾക്ക് ഫങ്ഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ പലർക്കും അത് സ്കിപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത്തവണ തീരുമാനിച്ചത് എന്താ വെച്ചാൽ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ നമ്മൾ ക്ലാസ് കൊടുക്കാം. അപ്പം തിങ്കളാഴ്ച ക്ലാസ് ഉണ്ടെങ്കിൽ പിന്നെ ചൊവ്വാഴ്ച ഉണ്ടാവില്ല, ബുധനാഴ്ച ക്ലാസ് ഉണ്ടാകും. അപ്പം ചെറിയ ടോപ്പിക്കുകൾ നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഫാമിലി കോഡ്സ് ആക്റ്റാണ് പഠിക്കുന്നതെങ്കിൽ ഒരാഴ്ച കൊണ്ട് അല്ലെങ്കിൽ ഒരു 4 ദിവസം കൊണ്ട് 5 ദിവസം കൊണ്ട് നമ്മൾ ആ ഫാമിലി കോഡ്സ് ആക്റ്റ് ഫുള്ള് പഠിക്കുക. കുറേശ്ശെ ആയിട്ട് പഠിച്ചത് തറമാക്കുക. എന്നിട്ട് നമ്മൾ അടുത്ത ഭാഗത്തോട്ട് പോകുക. അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സിലബസ് ബേസ്ഡ് ആയിട്ടായിരിക്കും ക്ലാസ്സുകൾ പോവുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷൻസ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അത് കൂടാണ്ട് നമ്മൾ ഈ പറയുന്നത് പോലെ ടെസ്റ്റുകൾ നടത്തുന്നതായിരിക്കും. മന്ത്ലി നമ്മൾ ടെസ്റ്റുകൾ തീർച്ചയായിട്ടും നമ്മൾ നടത്തുന്നതായിരിക്കും. അതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുകയും അത് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് ചർച്ച ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇത്രയാണ് നമ്മൾ എന്താ പറയുക
ഈ പ്രിൻസിപ്പൽ കൗൺസിലറിൻ്റെ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഈ കോഴ്സായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയണം, അതിൻ്റെ ഫീസ് അറിയണം, അങ്ങനത്തെ ഡീറ്റെയിൽസ് അറിയേണ്ടവർ തീർച്ചയായിട്ടും ഇതിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ താഴെ വാട്സപ്പ് ഗ്രൂപ്പ് കൊടുക്കുന്നുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.